അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഅബാലയത്തിൻ്റെ അടുക്കൽ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രാർത്ഥന ദുആ തുടരുകയാണ്. അദ്ദേഹം പറയുന്നത്, തമ്പുരാനെ, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. ഞങ്ങളുടെ നാഥ, ഈ ദുആ നീ സ്വീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കഅബയുടെ അവകാശികൾ നമസ്കരിക്കുന്നവരാവുക എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആഗ്രഹമായിരുന്നു. അത് നിറവേറ്റാനായി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അനന്തരാവകാശികൾ ഖുറൈശികൾ നമസ്കാരത്തിൽ നിന്ന് മുഖം തിരിച്ച് പോവുകയായിരുന്നു. അള്ളാഹുവിൻ്റെ അഥവാ ഖലീലായ ഇബ്രാഹിമിൻ്റെ ആ ആഗ്രഹം അനുസ്മരിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ തള്ളിപ്പറയുകയായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനകളിൽ ആദ്യം സ്വന്തം ദേഹത്തിൻ്റെയും പിന്നീട് അവനുമായി കൂടുതൽ ബന്ധപ്പെട്ടവരുടെയും അതിനുശേഷം പൊതുവിൽ മറ്റുള്ളവരുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ് മര്യാദ. ഈ സൂറത്തിൽ കഴിഞ്ഞുപോയ പല പ്രാർത്ഥനകളും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക പതിവാക്കരുത്. കുടുംബത്തിൻ്റെ നന്മക്കും പൊതുവെ സത്യവിശ്വാസികളുടെ നന്മക്കും പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരുന്നല്ലോ. സൂക്ഷിക്കുന്ന പല മാർഗങ്ങളിൽ ഒന്നത്രേ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.